അപ്പോൾ ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ റിച്ചാർഡ് ജെവിസോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾറെഡി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരമുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാലോ, നമ്മൾ വീഡിയോ ഇട്ടിട്ട് 2 ആഴ്ചയായി. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇട്ട് പോകാറുണ്ടായിരുന്ന പതിവ്. അത് നമുക്ക് ഇങ്ങനെ വെക്കേഷനുള്ളപ്പോൾ മാത്രമായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ വെച്ചായിരിക്കും നമ്മളെപ്പോഴും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഇൻട്രൂഡർ അലർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം അടിക്കും. ആ സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാം. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള സാധനങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് Arduino Uno, അൾട്രാസോണിക് സെൻസർ, ബസർ മോഡ്യൂൾ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയേഴ്സാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അൾട്രാസോണിക് സെൻസറും ആർഡുവിനോയും തമ്മിലുള്ള കണക്ഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജമ്പർ വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ജമ്പർ വയറിൽ ഫീമെയിൽ എടുത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. പിന്നെ മെയിൽ എടുത്തിട്ട് നമ്മളിത് ഇപ്പോൾ VCC, അതാണ് പോസിറ്റീവും നെഗറ്റീവും, അതാണ്. അപ്പോൾ നമ്മൾ 2 കണക്ട് ചെയ്തു. ബാക്കി ഇവിടെ 2 ഉണ്ട്, അതും കണക്ട് ചെയ്യണം. അപ്പോൾ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് എടുത്ത VCCയും ഗ്രൗണ്ടും. അപ്പോൾ ഈ ഓറഞ്ചാണ് VCC, അതിലെടുത്ത് നമ്മൾ 5 വോൾട്ടിലേക്ക് കൊടുത്തു. പിന്നെ ഗ്രൗണ്ട് എടുത്ത് നമ്മൾ സെക്കൻഡ് ഗ്രൗണ്ടിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ റൈറ്റ് സൈഡിൽ നിന്ന് 2ാമത്തെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ അൾട്രാസോണിക് സെൻസറിലെ VCCയും ഗ്രൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ട്രിഗും എക്കോയുമാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ജമ്പർ വയേഴ്സ് കണക്ട് ചെയ്തു. നമുക്ക് ആർഡുവിനോയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അൾട്രാസോണിക് സെൻസറിലെ ട്രിഗ് എടുത്ത് നമ്മൾ ജസ്റ്റ് 12 ഇവിടെ നിന്ന് 12ലേക്ക് കണക്ട് ചെയ്യുക. 12ലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് എക്കോ എടുത്ത് നമ്മൾ 11ലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസറിലേക്കും അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. ബസറിൽ നമുക്ക് 3 പോയിൻ്റാണുള്ളത്. അപ്പോൾ ആ 3 പോയിൻറ്റിലേക്ക് നമ്മൾ 3 വയേഴ്സ് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുക. അതിനുശേഷം കണക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ ബസറിലെ VCC എടുത്ത് നമ്മുടെ ആർഡുവിനോയിൽ 3.5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ബസറിലെ ഗ്രൗണ്ട് എടുത്ത് 5 വോൾട്ടിന് താഴെയായിട്ടുള്ള ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസർ മോഡ്യൂളിലെ നടുക്കത്തെ മിഡിലായിട്ടുള്ളൊരു പിന്നെടുത്ത് നമ്മൾ ജസ്റ്റ് 8ലേക്ക് കണക്ട് ചെയ്യുക. 8ാമത്തെ നമ്പർ, ഇത് ഇവിടെ നിന്ന് 8ാമത്തെ നമ്പർ കണ്ടോളൂ, അവിടെ ഈ കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അൾട്രാസോണിക് സെൻസറും ബസർ മോഡ്യൂളും നമ്മുടെ ആർഡുവിനോയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോഡിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ആർഡുവിനോ യൂണോ ഒക്കെ കോഡിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വയറാണിത്. ഇത് സാധാരണ നമ്മൾ പ്രിൻറ്ററിലൊക്കെയാണ് യൂസ് ചെയ്ത് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർഡുവിനോ ജസ്റ്റ് ഒരു ബോക്സിൽ നമുക്കൊന്ന് പ്ലേസ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബസറിനുള്ള ഹോളാണ്. പിന്നെ ഇവിടെ നമ്മൾ പവർ കൊടുക്കുന്നതിൻ്റെ ഒരു ഹോളും, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വയർ പുറത്തേക്ക് വിടാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിന്നുണ്ടാക്കിയ ഇൻട്രൂഡർ അലർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇൻട്രൂഡർ അലർട്ട് സിസ്റ്റം ഞാനുണ്ടാക്കിയത് കുറച്ച് വൃത്തികേടായിപ്പോയി. കാരണം ഇങ്ങനത്തെ ഒരു ബോക്സാണ് കിട്ടിയത്. പിന്നെ ഇവിടെ ചെറിയ അഴുക്കും അതൊക്കെ ഉണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടിയുള്ളൂ, എനിക്ക് വേറൊരു ബോക്സ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ബസറൊന്നും ശബ്ദം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കൈ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാം, എന്നിട്ട് അടുത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ അടുത്ത് കൊണ്ടുപോകുന്നതനുസരിച്ച് അതിൻ്റെ ശബ്ദം കൂടി വരും. അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. നമ്മളിന്നുണ്ടാക്കിയ ഇൻട്രൂഡർ അലർട്ട് സിസ്റ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് വല്ല സംശയം ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ കോഡിങ്ങും ഫോട്ടോയും ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് ആഡ് ചെയ്തായിരുന്നു. കോഡിങ്ങും അതിൻ്റെ ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ലിങ്കിൽ പോയി ഇതിൻ്റെ അൾട്രാസോണിക് സെൻസറും ആർഡുവിനൊക്കെ ബൈ ചെയ്യാവുന്നതായിരിക്കും. കോഡ് നിങ്ങൾക്ക് ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.